ഇവരി സഫിനടുവിലെ വരവായി ചമറുചൊടിയായി കൊരുടൻ നസുവതുടെ ഇരുനവ് ഘടകങ്ങളും മുറിയായി. ബദറിൻ്റെ രണാകളത്തെ കെട്ടില്ലം കൊള്ളിച്ചുകൊണ്ട് നടക്കുന്ന പോരാട്ടത്തിൻ്റെ ഗാംഭീര്യം കൊണ്ട് ആയുധങ്ങൾ കൂട്ടിമുട്ടുന്ന ശബ്ദം മാത്രമല്ലാതെ അവിടെ കേൾക്കുമായിരുന്നില്ല. എന്നാൽ പടക്കളത്തിൽ നടക്കുന്നത് എന്താണെന്നറിയാതെ എല്ലാവരും അന്താളിച്ചു നിൽക്കുകയാണ്. അസ്വദ് മോശക്കാരനല്ല. ഹംസയും അസ്വദും കളരി പഠിക്കുന്ന കാലത്ത് ഒരു കുന്നിൻ്റെ മുകളിൽ രണ്ടുപേരും കുശലം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ തൊട്ടടുത്തൊരു രാജകൊട്ടാരമുണ്ടായിരുന്നു. ആ രാജകൊട്ടാരത്തിലേക്ക് പെട്ടെന്നാർക്കും കടന്നു ചെല്ലാൻ പറ്റാത്ത വിധം പാറാവുകാരെ കൊണ്ട് വലയം ചെയ്ത കൊട്ടാരമായിരുന്നു. ഈ സമയം അസ്വദ് ഹംസ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, ആ കൊട്ടാരത്തിൽ ചെന്നുകൊണ്ട് അവിടുത്തെ രാജകുമാരിയെ പിടിച്ചുകൊണ്ടുവന്ന് തിരിച്ചു കൊട്ടാരത്തിലെത്തിക്കാൻ നിനക്ക് കഴിയുമോ? ഇല്ല എന്ന മറുപടി കേട്ട് അസ്വദ് കൊട്ടാരത്തിലേക്ക് പാഞ്ഞെടുത്ത് കളരി അഭ്യാസത്തിലൂടെ പാറാവുകാരെ കീഴടക്കി രാജകുമാരിയെ പിടിച്ചുകൊണ്ടുവന്ന് വീണ്ടും പാറാവുകാരോട് അഭ്യാസങ്ങൾ കാഴ്ചവെച്ച് രാജകുമാരിയെ തിരിച്ച് കൊട്ടാരത്തിലെത്തിച്ചു. എന്നിട്ടും അസ്വദിന് ഒരു പോറലുവേൽപ്പിക്കാൻ പട്ടാളത്തിന് കഴിഞ്ഞില്ല. അത്രക്കും വലിയ കളരി അഭ്യാസിയായിരുന്നു അസ്വദ്. ആ അസ്വദിനോട് മഹാനായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു തആല അൻഹു പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നതാ അസ്വദിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഘടകം മഹാനവറുകളുടെ വെട്ടേറ്റ് പൊട്ടിച്ചിതറിയപ്പോൾ ഈമാനികാവേശത്തിൻ്റെ കരുത്തുകൊണ്ട് മഹാനായ ഹംസ റളിയല്ലാഹു തആല അൻഹു എക്കാലത്തും ഇസ്ലാമിനെതിരിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നിന്നെ വെറുതെ വിടുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ അസ്വദിനെ ലക്ഷ്യമാക്കി ഹംസ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വാൾ ഒന്ന് താഴ്ന്നിറങ്ങുകയാണ്. അസ്വദ് രണാങ്കണത്തിൽ വീട് കിടക്കുന്നു. ശത്രുപക്ഷത്തു നിന്ന് ബദറിൻ്റെ രണാങ്കണത്തിൽ ആദ്യമായി കൊല ചെയ്യപ്പെട്ട അവരുടെ കൂട്ടത്തിലെ ധീരനും വില്ലനുമായ അസ്വദിൻ്റെ കൊല അവർക്ക് കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല. ഉടനെ തന്നെ ശത്രുപക്ഷത്തു നിന്നും ഉത്ബത്ത്, ശൈബത്ത്, വലീദ് എന്നീ 3 ധീരയോദ്ധാക്കൾ പടക്കളത്തിലേക്ക് ചാടിയിറങ്ങുകയാണ്. ഹബീബായ നബിയെയും സഹാബത്തിനെയും വെല്ലുവിളിക്കുകയാണ്. ആ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് സഹാബത്തിൻ്റെ കൂട്ടത്തിൽ നിന്ന് 3 സഹാബാക്കൾ രണാങ്കളത്തിലേക്ക് ഇറങ്ങുകയാണ്. ആ രംഗം മഹാക്കോയി മോയിൻകുട്ടി വൈദ്യർ വിവരിക്കുകയാണ്. ഒരു കേട്ടതാൽ തൊണ്ണറിടാ തന്നിന്ന് വേഗം ഉളരി മൂണ്ടാൾ അൻസാരികൾ റജുലുകൾ അവർകൾ ഉചിതമെത്തവർ വനമകത്തുള്ള പുലികൾ കൊത്തവരാം. അടുത്ത ഭാഗം അടുത്ത എപ്പിസോഡിൽ.